ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെ. ഇപ്പോൾ 2023 അവസാനിക്കുമെന്നല്ലോ. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ 2024. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണിത്. എല്ലാവരും സഹകരിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ 2023 എന്ന് പറഞ്ഞാൽ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊറോണ ഒന്നും ഇല്ലാത്ത ആദ്യത്തെ ഒരു വർഷമാണ്. പക്ഷേ എനിക്ക് അത്ര ഒരു നല്ലൊരു വർഷമായിട്ട് തോന്നിയില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ വർഷം നടന്നില്ല. ഇനി അടുത്ത വർഷം ഒരു 3-4 മാസത്തിനകത്ത് നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പോൾ 2023 അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വർഷം കുറേ മാലപ്പടക്കങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ അധികം മാലപ്പടക്കങ്ങൾ. മലയാളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-200 സിനിമയും മേളിൽ ഇറങ്ങിയിട്ടുണ്ട്, റിലീസായിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു വിരലിലെണ്ണാവുന്ന കുറേ സിനിമകളെ ഹിറ്റായിട്ടുള്ളൂ. ഈ വർഷം ആദ്യമേ ഹിറ്റായതാണ് രോമാഞ്ചം. അത് കഴിഞ്ഞിട്ട് 2018, പിന്നെ RDX, ഗരുഡൻ, നേര്, പിന്നെ ഇപ്പം മമ്മൂക്കയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, കണ്ണൂർ സ്ക്വാഡ്. ഇത്രയാണ് എൻ്റെ ഒരു അറിവിൽ. വേറെ കാണുമായിരിക്കും, ഇതാക്കണം. എൻ്റെ ഓർമ്മയിൽ ഇത്രയൊക്കെ ഉള്ളൂ എടുത്തു പറയേണ്ട ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ. അധികം ഫ്ലോപ്പുകളാണ് കൂടുതലും. ഫ്ലോപ്പ് പറയാൻ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിലും ഡബ് ചെയ്തെത്തിയ കുറേ സിനിമകളുണ്ട് അറിയപ്പെടുന്നത്. ഈ അറിയപ്പെടാത്ത സിനിമകളൊന്നും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ ഇഷ്ടം പോലെ പറയണം. അതെല്ലാം ഫ്ലോപ്പുകളാണ് കൂടുതലും. ഇപ്പം ഈ വർഷം ആദ്യമേ റിലീസായ സിനിമയാണ് എന്നാലും എൻ്റെ അളിയ എന്ന് പറയുന്നത്. അത് ബാഷ് റഹ്മാൻ സംവിധാനം ചെയ്ത് അത്ര ഹിറ്റായില്ല. പടം ഓവറായിരുന്നു. ഓവറെന്ന് പറഞ്ഞാൽ ലെന ഭയങ്കര ഓവറായിരുന്നു. ഓവറെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഓവർ. ഒരു ക്യാരക്ടർ അധികമായി പോയാൽ ഇങ്ങനെ ഇരിക്കും. അതേപോലെ ചെയ്യുന്നത് ഒരു ഓവറായിട്ട് എനിക്ക് പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ദീപ്തി ചേച്ചി പടത്തിലുണ്ടായിരുന്നു. ആ ദീപ്തി IPS എന്നുള്ള ഒരു പവർഫുൾ ക്യാരക്ടറിൻ്റെ അനുസരിച്ച് ആ ഒരു പവർഫുൾ കണ്ടിട്ട് ഇതിനകത്തോട്ട് വരുമ്പം അത്ര നന്നായിട്ട് തോന്നിയില്ല. പടയെ പന്നലായിരുന്നു. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഒരു ഫ്ലോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ മാസം കുറേ സിനിമകൾ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. കുറേ അധികം ഇറങ്ങിയ സിനിമകളെല്ലാം ഫ്ലോപ്പായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വാരീസും തുനിവും പൊങ്കൽ റിലീസായിട്ട് വന്ന്. വാരീസ് വിജയ് അണ്ണനെ കോമാളിയാക്കാൻ വേണ്ടി വംശയും കൊണ്ടുവന്നൊരു സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. വിജയ് ഒരു കോപ്രായം കാണിക്കുക കോമാളിയാക്കി കൊണ്ടുവന്നൊരു സിനിമ, ട്രോളാൻ വേണ്ടി ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അറിഞ്ഞിട്ടൊരു പേരാണ് വാരീസ്. ട്രോളുകൾ വാരിക്കൂട്ടാൻ അറിഞ്ഞിട്ടൊരു പേരായിട്ട് എനിക്ക് തോന്നുള്ളൂ വാരീസ് എന്ന് പറഞ്ഞാൽ. വിജയുടെ കരിയറിലെ ഒരു 30 വർഷത്തെ കരിയറിലെ മൊത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബോർ സിനിമ അതാണ് വാരീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. വിജയ് ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും പന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനൊക്കെ വെച്ച് നോക്കുന്നത് വില്ല് ഒക്കെ നല്ല സിനിമയാണ്. ഇതിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വില്ല് സൂറ അഴകിയ തമിഴ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് നല്ല സിനിമയാണ്. ഇതുപോലെ ഒരു വെറുപ്പിച്ച ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തുനിവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും അജിത്തിൻ്റെ കരിയറിലെ കുറേ സിനിമകൾ പലരുണ്ട്. പക്ഷേ എൻ്റെ പെർഫോമൻസ് കൊള്ളാം, പക്ഷേ കഥയൊന്നും ഒരു വധം ആയിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു. തുനിവും ഫ്ലോപ്പായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ജനുവരി 26 വന്നെയാണ് ലാലേട്ടൻ്റെ എലോൺ എന്ന് പറഞ്ഞത്. തനിയെ വന്ന് ഫ്ലോപ്പാക്കി. റിയൽ ഹീറോസ് ആൾസ് ഓൾവേസ് എലോങ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് റിയൽ ഫ്ലോപ്പ് ആക്ടേഴ്സ് എലോങ് എന്ന് പറഞ്ഞ അതേപോലെ ആയിപ്പോയി പടത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ. ഒരു രീതിയിലും പുതിയൊരു ഒരു കൊറോണ രീതിയിൽ കൊണ്ടുവരാൻ നോക്കിയത്, പക്ഷേ അതും ഫ്ലോപ്പായിപ്പോയി. ഷാജി കൈലാസിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മോശം ഡയറക്ഷൻ, അതും അങ്ങനെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ എടുത്തു പറയേണ്ട സിനിമയെന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ ബി ഉണ്ണികൃഷ്ണൻ ഉദയകൃഷ്ണ കോമ്പിനേഷനിൽ വന്ന സിനിമ മമ്മൂക്കയെ നായകനാക്കി. പക്ഷേ പടം 8 നില പൊട്ടി, കൊള്ളത്തില്ല. അതും ഇഷ്ടപ്പെട്ടില്ല. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിൻ്റെ കൂട്ടാണ് വന്നിട്ടുള്ള ഒരു ഗുണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അടുത്തത് കിങ് ഓഫ് കൊത്ത നമ്മുടെ ദുൽഖറിനെ നായകനാക്കി അഭിലാഷ് ജോഷി കൊണ്ടുവന്ന ഒരു പടമാണ്. പടം വലിയ ഏതാണ്ട് ഗ്യാങ്സ്റ്റർ മലമറിക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സിനിമ. ഫസ്റ്റ് ദിവസം തൊട്ടേ നെഗറ്റീവ് റിവ്യൂ വന്ന് വാഷ് ഔട്ടായിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിപ്പോയി. അങ്ങനെ കിങ് ഓഫ് കൊത്തയും അങ്ങനെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ ഈ പ്രാവശ്യം ടൊവിനോയ്ക്കും ഒരു പന്ന വർഷമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ടൊവിനോയുടെ 2-3 സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതായിപ്പോയി. അങ്ങനെ ടൊവിനോ ഈ വർഷം അത്ര നല്ല വർഷമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സിനിമയെന്ന് പറഞ്ഞാൽ ഓണം റിലീസായിട്ട് 3 ക്ലാഷ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കിങ് ഓഫ് കൊത്തയും RDX മെഗാ ഹിറ്റായിരുന്നു. പിന്നെ ബോസ് ആൻഡ് കോ എന്ന് പറഞ്ഞ നിവിൻ പോളിയുടെ സിനിമ. നിവിൻ പോളിയുടെ 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് തുറമുഖം എന്ന് പറഞ്ഞാൽ 2 സിനിമയും ഫ്ലോപ്പ്, 8 നില ഫ്ലോപ്പായിരുന്നു. നിവിൻ പോളിയുടെയും പന്നൊരു വർഷമാണ്. ഇനി അടുത്ത വർഷം വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഇനി എടുത്തു പറയേണ്ട റിലീസ്
അടുത്ത എടുത്തു പറയേണ്ട ഒരു റിലീസാണ് കപ്സ എന്ന് പറയുന്നത്. കപ്സ ഞാൻ അങ്ങനെ മൊത്തത്തിൽ അങ്ങും ഇങ്ങും ഓടിച്ച് കിടത്തുള്ളൂ. എനിക്ക് കണ്ടപ്പോഴേ മതിയായി. പടം 8 നില പൊട്ടി. KGF-നെ വെല്ലാൻ വേണ്ടി ഇറങ്ങിയ സിനിമ എന്തോ ഫസ്റ്റ് ദിവസം തന്നെ വാഷ് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അടുത്ത ഏതാണെന്ന് വെച്ചാൽ അടുത്ത ദിലീപിൻ്റെ 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് വോയിസ് ഓഫ് സത്യനാഥനും ബാൻഡ്ര. വോയിസ് ഓഫ് സത്യനാഥൻ ഒരു പൊട്ടാസ് ബോംബായിരുന്നെങ്കിൽ മറ്റേതൊരു ഗർഭം കലക്കി ഗുണ്ടായിരുന്നു ബാൻഡ്ര എന്ന് പറഞ്ഞത്. രണ്ടും പൊട്ടിയ. എനിക്ക് വോയിസ് ഓഫ് സത്യനാഥൻ്റെ കാര്യം അറിയത്തില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി 2 സിനിമയും ദിലീപിൻ്റെ പെടാതെ പോയതാണ്. വോയിസ് ഓഫ് സത്യനാഥനും ബാൻഡ്രയും. അങ്ങനെ അത് രണ്ടും ഒന്ന് പൊട്ടാസ് ബോംബും ഒന്ന് ഗർഭം കലക്കി ഗുണ്ടുമായി പോയി. ഇനി അടുത്തെടുത്ത് പറഞ്ഞ റിലീസ് ചാവേർന്ന് നോക്കുമ്പോൾ അത് ടിനു പാപ്പച്ചൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ അറിയാമല്ലോ. അതേപോലെ നല്ലൊരു ഇതിൽ വന്നതാണ്. നല്ലൊരു റിലീസ് കഴിഞ്ഞ് വന്നു. പക്ഷേ ഫസ്റ്റ് ദിവസം തൊട്ടേ നെഗറ്റീവ് റിവ്യൂ വെച്ച് വാഷ് ഔട്ടായി പോയ സിനിമ. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസർമാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. പണ്ട് സിനിമയ്ക്കൊക്കെ തല വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി റിവ്യൂവിൻ്റെ മണ്ടേ കയറ്റി വെച്ച് കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കുറേ ഇതുണ്ട്. അതൊക്കെ അവരുടെ തോന്നല. ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർ എത്ര പേരുണ്ട്. അവർ കണ്ടാണ് ഈ സിനിമ ഹിറ്റാക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് സിനിമ എങ്ങനെ എടുക്കുന്നു അങ്ങനെയാണ് ഒരു പടം ഹിറ്റാവുന്നത്. അല്ലാതെ ഒരു റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പടം ഫ്ലോപ്പ് ആവത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട റിലീസാണ് ആദിപുരുഷ്. അതായത് എൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർട്ടൂൺ പ്രഭാസിനെ കൊണ്ടുവന്ന് കോമാളിയാക്കി കൊടുത്ത ഒരു സിനിമ. രാമായണത്തിനെ ആസ്പദമാക്കി വന്നതാണെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ഒരു രാമായണം ഒരു സിനിമ അതിനകത്ത് ആ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ അങ്ങ് കാണിച്ചു വെക്കല്ലേ. അതൊരു വല്ലാത്തൊരു സേഫായി പോയി. പടം ഫ്ലോപ്പായിരുന്നു. പിന്നെ അടുത്ത ദുരന്ത സിനിമയാണ് ജവാൻ എന്ന് പറയുന്നത്. പടം 1000 കോടി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഒരു രീതിയിലും എനിക്കിഷ്ടപ്പെട്ടില്ല. വിജയിയുടെ ഒരു സിനിമ എല്ലാം കൂടെ തട്ടിക്കൂട്ടി, സൗത്ത് ഇന്ത്യ എല്ലാം കൂടെ തട്ടിക്കൂട്ടി നോർത്തിൽ കൊണ്ടുപോയി വിളമ്പിയിട്ടോട്ട് എനിക്ക് തോന്നി അത് വലിയ രീതിയിൽ ഹിറ്റായില്ല. പടം ഹിറ്റായി. പക്ഷേ എനിക്കത് കൂടുതൽ ആൾക്കാർക്ക്, സൗത്ത് ഇന്ത്യയിലെ കൂടുതൽ ആളുകൾക്ക് അത് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എടുത്ത് പറയേണ്ടതെന്നാണ് PS2. PS2 നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ട് ലാഗായിരുന്നു. പടം ഫ്ലോപ്പായിപ്പോയി. എന്തായാലും അത് ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കി വന്ന പടമല്ലയോ. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തില്ലല്ലോ. പിന്നെ നല്ല രീതിയിൽ മേക്കിംഗ് സ്റ്റൈലും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും പടം ശ്രദ്ധിക്കപ്പെടാതെ എന്ന് വെച്ചാൽ 2-3 ദിവസത്തിനകത്ത് വെച്ച് വാഷ് ഔട്ടായി പോയ രീതിയിലാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എന്തുവാ, നമുക്ക് ഫ്രെയിം എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കാം. മണിരത്നത്തിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതുപോലെ ജീവനുള്ള ഫ്രെയിമിൻ്റെ കൂട്ടം അത് കണ്ടുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് അത്രയല്ലല്ലോ സിനിമയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഞാൻ കളക്ട് ചെയ്ത് വെച്ച ഒരു ദുരന്തം സിനിമ. ഏറ്റവും ദുരന്തം ഇതിനകത്ത് ടോട്ടലി മൊത്തത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞത് 2 സിനിമ. ഒന്ന് ബാൻഡ്ര അല്ല. പിന്നെ ഇതിനെക്കാട്ടിനും വെല്ലാൻ വേണ്ടി വിജയുടെ വാരിസ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ വാരിസാണ്. ഇത് ദുരന്തമായി പോയി. വിജയ് ട്രോളാൻ വേണ്ടി മാത്രം എടുത്ത ഒരു സിനിമയായി പോയി ഇതെന്ന് പറഞ്ഞത്. ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അതായത് വിജയകാന്ത് മരിച്ചല്ലോ. അന്ന് വിജയ് കാണാൻ ചെന്നപ്പം ചെരുപ്പേർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതെന്തായാലും വല്ലാതെ മോശമായിപ്പോയി. ഒരാളെയും അങ്ങനെ ചെയ്യല്ലേ. പിന്നെ പുള്ളിക്ക് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുണ്ട് വിജയ്ക്ക്. അത് ഓൾറെഡി പബ്ലിക് എല്ലാ ആക്ടർമാർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ പുള്ളി അങ്ങ് തുറന്നു പറഞ്ഞതിൻ്റെ ഒരു രീതി ആയിരിക്കാം അങ്ങനെ കാണിച്ചത്. പക്ഷേ അത് വല്ലാത്ത ഇതായിപ്പോയി. അങ്ങനെ ഒരിക്കലും ചെയ്യല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. വിജയ് നാണം കെടുത്തിയതിൻ്റെ കൂട്ടായിപ്പോയി അത്. അപ്പോൾ അത് വേണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ പറ്റി പറയാൻ. പിന്നെ എന്തുവാ 2023 അത്ര വലിയ എനിക്ക് നല്ലൊരു വർഷമല്ലായിരുന്നു. 2024 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ 2024. അടുത്തൊരു വീഡിയോ ഇട്ട്